കാനസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രെയിം എന്ന് പറയുമ്പം അതിൽ സ്വേ അനാലിസിസും ഉണ്ട്, നോൺ സ്വേ അനാലിസിസും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഗിവൺ ഫ്രെയിം സ്വേ ഉള്ളതാണോ നോൺ സ്വേ ഉള്ളതാണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അൺസിമെട്രി ഡ്യൂ ടു ലോഡിങ് അല്ലെങ്കിൽ ജോമെട്രി ഉണ്ടെങ്കിൽ ഫോർ ഷ്യൂർ അവിടെ എന്തുണ്ടാവും, സ്വേ ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്രെയിമിൽ നമ്മൾ സ്വേ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അൺസിമെട്രി ഇല്ല എന്ന് വിചാരിക്കുക, സിമെട്രിക്കൽ ആയിട്ടുള്ള ഫ്രെയിം ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ലോഡിംഗ് വൈസും സിമെട്രി, ജോമെട്രി വൈസും സിമെട്രിക്കൽ ആണെങ്കിൽ നോൺ സ്വേ ഫ്രെയിം അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. ഇനി ചില കേസസിൽ ഈ പറഞ്ഞ പോലെ അൺസിമെട്രി ഉണ്ടെങ്കിൽ കൂടി ലാറ്ററൽ സ്വേനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നോൺ സ്വേ അനാലിസിസ് ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം അവിടെ സ്വേ പ്രിവെൻറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നോൺ സ്വേ ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ നോൺ സ്വേ ഫ്രെയിമിൻ്റെ അനാലിസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അനാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് കണ്ടിന്യൂസ് ബീമാണ്, എക്സെപ്റ്റ് ദാറ്റ് ദർ വിൽ ബി മോർ ദാൻ 2 മെമ്പേഴ്സ്. നമുക്കറിയാം ബീമിൻ്റെ കേസിലാണെങ്കിൽ ഒരു ജോയിൻറ്റ് എടുക്കുകയാണെങ്കിൽ 2 മെമ്പേഴ്സ് ആയിരിക്കും വരിക മോസ്റ്റ് പ്രോബബ്ലി. ഫ്രെയിമിൻ്റെ കേസ് ആവുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക, 2ൽ കൂടുതൽ മെമ്പേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഫ്രെയിം നോൺ സ്വേ ഫ്രെയിമിൽ വരുന്നുള്ളൂ. അതായത് കണ്ടിന്യൂസ് ബീം എങ്ങനെയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ ഫ്രെയിമിലും ചെയ്യേണ്ടത്, നോൺ സ്വേ ഉള്ള ഫ്രെയിമിൽ ചെയ്യേണ്ടത്. അനാലിസിസ് ഓഫ് ഫ്രെയിം വിത്തൗട്ട് ലാറ്ററൽ സ്വേ. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. Analyze a rigid frame shown in figure by Canis method. ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ABCD BFCE ഇങ്ങനെയുള്ളൊരു ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലോഡിങ് നോക്കുകയാണെങ്കിൽ AB സ്പാനിൽ ഒരു 20 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് A ഫ്രം A സപ്പോർട്ട്. BCയിൽ ത്രൂ ഔട്ട് ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. CD എന്ന് പറയുന്ന ഒരു ഓവർ ഹാങ്ങിങ് പോർഷനാണ്. BF ആണ് കോളം, അതേപോലെ CE ആണ് കോളം. രണ്ടിലും അൺസിമെട്രി ഡ്യൂ ടു ജോമെട്രി ഉണ്ട്. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്കുവാണെങ്കിൽ ഇവിടെ I ആണ്, ഇവിടെ 2I ആണ്, ഇവിടെയും I ആണ്. കോളമിൽ I ആൻഡ് 2I സ്പാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഇവിടെ ലോഡിങ്ങിൽ അൺസിമെട്രി ഉണ്ട്, അതേപോലെ തന്നെ കോളമിൻ്റെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ അതിലും അൺസിമെട്രി ഉണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഫ്രെയിമിൽ സ്വേ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു A സപ്പോർട്ട് നോക്കിയേ, A സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്. ഓക്കെ, A സപ്പോർട്ട് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന സ്വേനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഫിക്സ്ഡ് സപ്പോർട്ടിനുണ്ട്. നമ്മുടെ കോളം എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്വേ എന്ന് പറയുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക്, ഇത് ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക്, ഏതാണോ അങ്ങനെ ആവുന്നതിനാണ് നമ്മൾ സ്വേ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് സ്വേ ഉണ്ടാവാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഈ ഒരു കണ്ടീഷനിൽ സ്വേനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സപ്പോർട്ട് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രെയിമിൻ്റെ അനാലിസിസ് വിത്തൗട്ട് ലാറ്ററൽ സ്വേ കണ്ടീഷനിൽ ചെയ്താൽ മതി. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ഫിക്സ്ഡ് ആൻഡ് സപ്പോർട്ട്സ് കണ്ടുപിടിക്കണം. ഫിക്സ്ഡ് ആൻഡ് സപ്പോർട്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ ആ ഒരു ടേബിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേഷൻ ഫാക്ടേഴ്സ് ഫോർ ഈച്ച് മെമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർമീഡിയറ്റ് ജോയിൻസ് ഏതൊക്കെയാണോ ഉള്ളത് അതെടുക്കും, എന്നിട്ട് അതിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരും നോക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും. സോ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് ആണ്. എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കാണണം. ഇപ്പോൾ MFAB, MFBA, MFBC, CB, CD, പിന്നെ BF, FB, CE, EC എല്ലാ മെമ്പേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. AB മെമ്പർ എന്ന് പറഞ്ഞാൽ MFABയും വരും, BAയും വരും. നമുക്കറിയാം ഇവിടെ വരുന്ന ലോഡിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സെൻട്രിക് ലോഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ആണെങ്കിൽ MFAB ആണെങ്കിൽ -W AB² എന്ന ഇക്വേഷൻ ആയിരിക്കും വരിക. ഇനി BA ആണെങ്കിൽ W × A² × B/L². അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, W എന്ന് പറഞ്ഞാൽ 20 kN ആണ്, A എന്ന് പറഞ്ഞാൽ 2 ആണ്, B എന്ന് പറഞ്ഞാൽ 1 ആണ്, ടോട്ടൽ സ്പാൻ എന്ന് പറഞ്ഞാൽ 3 ആണ്.
അപ്പോൾ -20 × 2 × 1²/3² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -4.44 kN മീറ്ററും MFBA എന്ന് പറഞ്ഞാൽ 20 × 2² × 1/L², അതായത് 3² ആയിരിക്കും ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 8.89 kN മീറ്റർ ആയിരിക്കും. അപ്പം ഫസ്റ്റ് സ്പാൻ, അതായത് AB സ്പാൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് BC ആണ് എടുത്തേക്കുന്നത്. BCയിൽ ത്രൂ ഔട്ട് ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. UDL ആണ് ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ WL²/12 എന്ന ഇക്വേഷൻ ആയിരിക്കും വരിക. BC ആണെങ്കിൽ -WL²/12ഉം CB ആണെങ്കിൽ +WL²/12 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ലോഡിംഗ് കണ്ടീഷൻ 48 kN ആണ്, kN/m. സോ -48 × 4²/12. ഇവിടെ നോക്കിയേ, സ്പാൻ ലെങ്ത് 4 ആണ്. സോ × 4²/12 ഇസ് ഈക്വൽ ടു -64 kN. CB എന്ന് പറയുമ്പോൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ നമ്മുടെ വാല്യൂവിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും സൈനിൽ ചേഞ്ച് വരും. അതായത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും, ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആയിരിക്കും. ഇനി നെക്സ്റ്റ് സ്പാൻ CD ആണ്. നമുക്കറിയാം CD എന്ന് പറഞ്ഞ ഓവർ ഹാങ്ങിങ് പോർഷൻ ആണ്. അപ്പം ഈ പറഞ്ഞ ലോഡ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 30 × 2 ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ്, ഈ C പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 30 × 2 എന്ന് പറഞ്ഞ ഒരു മൊമെന്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ സപ്പോർട്ടിലുള്ള ഈ സപ്പോർട്ടിൽ വരുന്ന MFCD എന്ന് പറയുമ്പോൾ വാല്യൂ എന്തായിരിക്കും? MFCD എന്നല്ല, ആക്ച്വൽ മൊമെന്റ് തന്നെയാണ് വരിക. MFCD എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു മൊമെന്റ് വരുന്ന സമയത്ത്, ഒരു അപ്ലൈഡ് മൊമെന്റ് വരുമ്പം ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു മൊമെന്റ് ഉണ്ടാവും. ഇതിനെ എക്സാക്ട്ലി ഈ ഒരു പൊസിഷനിൽ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു റെസിസ്റ്റിംഗ് മൊമെന്റ് ഫോം ചെയ്യും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. അപ്പോൾ MFCD അല്ലെങ്കിൽ MCD എന്ന് പറയുന്നത് 30 × 2 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ് വരിക. സോ -30 × 2 ഇസ് ഈക്വൽ ടു -60 kN മീറ്റർ. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട ഫ്രെയിമിൽ വരുന്ന കോളംസിന്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആണ്. അപ്പം BFലും അതേപോലെ FBയിലും ലോഡില്ല, CEയിലും ECയിലും ലോഡില്ല. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. എവിടെയൊക്കെയാണോ ലോഡിംഗ് ഇല്ലാത്ത അവിടെ കംപ്ലീറ്റ്ലി നോക്കുവാണെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് റൊട്ടേഷൻ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റൊട്ടേഷൻ ഫാക്ടർ RF ഇസ് ഈക്വൽ ടു -1/2 K/σk ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്റർമീഡിയറ്റ് ജോയിൻസ് ആയ Bയും Cയും എഴുതണം. ഒന്ന് നോക്കാം ഇന്റർമീഡിയറ്റ് ജോയിൻസ് ഏതൊക്കെയാണ് ഈ ഒരു ഫ്രെയിമിൽ നിന്ന്. ഇത് നോക്കിയേ, B ആണ് ഇന്റർമീഡിയറ്റ് ജോയിന്റ്, അതേപോലെ Cയും ഒരു ഇന്റർമീഡിയറ്റ് ജോയിന്റ് ആണ്. അതിൽ കോമ്പിനേഷൻ ഓഫ് മെമ്പേഴ്സ് വരുന്നുണ്ട്. B ജോയിന്റ് ആണെങ്കിൽ BA മെമ്പർ, BC മെമ്പർ, BF മെമ്പർ. C ആണെങ്കിൽ CB, CE, CD. ഇവിടെ സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റൊട്ടേഷൻ വാല്യൂ എടുക്കുമ്പോൾ 0 എടുത്താൽ മതി. അത് നമ്മൾ റൊട്ടേഷൻ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ പറയാം. സോ ജോയിന്റ് ഞാൻ പറഞ്ഞു, B എന്ന് പറയുമ്പോൾ BA മെമ്പർ, BF മെമ്പർ, BC മെമ്പർ. ഇനി നമുക്ക് വേണ്ടത് ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ ആദ്യം നോക്കാം ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ഏതൊക്കെയായിരിക്കും വരികയെന്ന്. BA ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫാർ ആൻഡ് A എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഫാർ ആൻഡ് A ഫിക്സ്ഡ് ആണെങ്കിൽ, ഫാർ ആൻഡ് ഫിക്സ്ഡ് അല്ലെങ്കിൽ ഫാർ ആൻഡ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റിഫ്നെസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4EI/L ആണ്. ഇനി എപ്പോഴെങ്കിലും ആ പറയുന്ന വാല്യൂ മാറണം എന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ സിംപ്ലി സപ്പോർട്ട് എൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ട് എൻഡ്സിൽ റോളർ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ BA മെമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A എന്ന് പറയുന്ന ഫാർ എൻഡിൽ ഉണ്ടാവുന്നത് ഒരു ഫിക്സ്ഡ് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ 4EI/L എന്ന സ്റ്റിഫ്നെസിന്റെ വാല്യൂ ആയിരിക്കും വരിക. കമ്മിങ് ടു BC, ഈ C എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? 4EI/L ആണ് എടുക്കേണ്ടത്. ഇനി BF ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ F എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ആണ്. വീണ്ടും 4EI/L. നമ്മൾ C എടുക്കുക. C എടുത്തു കഴിഞ്ഞാൽ CB, CD, CE. സ്റ്റിഫ്നെസിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ B എന്താണ്? CB മെമ്പർ എടുക്കുകയാണെങ്കിൽ B കണ്ടിന്യൂസ് ആണ്. അപ്പം 4EI/L. C ആണ് എടുക്കുന്നതെങ്കിൽ CE മെമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഫാർ ആൻഡ് E എന്താ? ഫിക്സ്ഡ് ആണ്. അപ്പോൾ 4EI/L. CD നോക്കുവാണെങ്കിൽ ഓവർ ഹാങ്ങിങ് പോർഷൻ അല്ലെങ്കിൽ കാന്റിലിവർ പോർഷൻ ആണ്. അപ്പം അവിടെ നമ്മൾ സ്റ്റിഫ്നെസിന്റെ വാല്യൂ എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? CDയുടെ വാല്യൂ 0 ആയിട്ട് എടുത്താൽ മതി. സ്റ്റിഫ്നെസിന്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഇങ്ങോട്ടേക്ക് ഇനി സപ്പോർട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിഫ്നെസിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു 4EI/L ആണെന്ന് എല്ലാ കേസിലും.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ, മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ചിലപ്പം വേരിയേഷൻ വരുവാണെങ്കിൽ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സ്പാനിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ബി എ മെമ്പറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 4EI/L ആയിരുന്നല്ലോ. L എന്ന് പറയുമ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4EI/3 ആയിരിക്കും വരിക. ഇനി ബി എഫ് മെമ്പർ നോക്കിയേ, ബി എഫ് മെമ്പറിൽ വീണ്ടും വാല്യൂ 3 ആണ്, ഐൻ്റെ വാല്യൂ ഐ തന്നെയാണ്. അപ്പോൾ വീണ്ടും 4EI/3 ആണ് വരിക, 4EI/3. നെക്സ്റ്റ് ബി സി മെമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2i വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ 4E × 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ L എന്ന് പറയുമ്പോൾ 4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, 4E × 2i/4. അപ്പോൾ നമുക്ക് 4ഉം 4ഉം ക്യാൻസലായി 2EI മാത്രമാണ് ബാക്കി വരിക. അപ്പോൾ അത് എഴുതുക. ജോയിൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, 4/3 + 4/3 + 2EI എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4.67 EI ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് റൊട്ടേഷൻ ഫാക്ടറാണ്. റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് മെമ്പർ എടുക്കുക, 4EI/3 ഡിവൈഡഡ് ബൈ 4.67 ചെയ്യുക, കിട്ടുന്ന വാല്യൂവിനെ ഡിവൈഡ് ബൈ 2. എന്നിട്ട് നമുക്കറിയാം വാല്യൂസിൽ എന്ത് ചെയ്യണം, നെഗറ്റീവ് വാല്യൂ ആണ് വരേണ്ടത്, കാരണം റൊട്ടേഷൻ ഫാക്ടർ മൈനസ് ആണ്. സോ ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ബൈ ടോട്ടൽ സ്റ്റിഫ്നെസ് മൾട്ടിപ്ലൈഡ് ബൈ -1/2. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ -0.143 ആയിരിക്കും ബി എ മെമ്പറിന് കിട്ടുക. നെക്സ്റ്റ് ബി എഫ് മെമ്പറിനും 4/3 ഡിവൈഡ് ബൈ 4.67 ഇൻറ്റു -1/2 ചെയ്ത് കഴിഞ്ഞാൽ -0.143 വരും. ഇനി 2/4.67 ഇൻറ്റു -1/2 ചെയ്ത് കഴിഞ്ഞാൽ -0.214. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോയിൻറ്റ് കംപ്ലീറ്റ് റൊട്ടേഷൻ ഫാക്ടേഴ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ടത് ജോയിൻറ്റ് സിയിലാണ്. സി മെമ്പേഴ്സ് ഞാൻ പറഞ്ഞു CB, CD, CE ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. CB എന്ന് പറഞ്ഞാൽ എന്താ, CBയും BCയിലും കിട്ടുന്ന സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കുമല്ലോ, ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. BCയിൽ കിട്ടി 2EI ആണെങ്കിൽ CBയും 2EI തന്നെയായിരിക്കും വരിക. CD ഞാൻ പറഞ്ഞു 0 ആയിരിക്കും വരിക, അവിടെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം കാന്റിലിവർ പോർഷനാണ്. ഇനി CE ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്ന് നോക്കാം. CE എന്ന് പറയുമ്പം ഇവിടെ എന്താണ്, ഈ കോളത്തിൽ വരുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2i ആണ്. അപ്പോൾ 4EI/L ആണല്ലോ ഇക്വേഷൻ. അപ്പോൾ 4E × 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Lന് പകരം 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 4E × 2i/4 ചെയ്താൽ 2EI ആണ് വാല്യൂ കിട്ടുക. ജോയിൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക, എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4EI ആണ് കിട്ടുക. ഇനിയിപ്പം ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെമ്പർ ഏതാ, CB. അപ്പോൾ 2/4 മൾട്ടിപ്ലൈഡ് ബൈ -1/2 ചെയ്ത് കഴിഞ്ഞാൽ -0.25 ആണ് കിട്ടുക. ഇത് 0 തന്നെയായിരിക്കും. നെക്സ്റ്റ് 2EI ആണല്ലോ, ഇവിടെയും 2EI ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ എന്താണോ കിട്ടിയ റൊട്ടേഷൻ ഫാക്ടർ അത് തന്നെ ഇവിടെയും കിട്ടുക, -0.25. അപ്പോൾ അങ്ങനെ നമ്മൾ റൊട്ടേഷൻ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കലാണ്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ആർ കാൽക്കുലേറ്റഡ് ഇൻ ടേബുലാർ ഫോം. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫ്രെയിമിനെ ഫസ്റ്റ് ഡ്രോ ചെയ്യുക. A സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, B ആണ് ജോയിൻറ്റ്, അതുകൊണ്ട് ഡബിൾ റെക്ടാങ്കുലർ ബോക്സ് അവിടെ വരും. C സപ്പോർട്ട് നോക്കുവാണെങ്കിൽ അതും ജോയിൻ്റ് ആണ്, അതുകൊണ്ട് അവിടെ ഡബിൾ റെക്ടാങ്കുലർ ബോക്സ് വരും. CD പോർഷൻ ഓവർ ഹാങ്ങിങ് ആണ്, അല്ലെങ്കിൽ കാന്റിലിവർ പോർഷൻ ആണ്. പിന്നെ BF എന്ന് പറയുന്നത് ഇവിടെ F എന്ന് കൊടുത്തിട്ടില്ല, ഇവിടെ നമുക്കറിയാം ഇത് F മെമ്പർ ആണ്. പിന്നെ ഇവിടെ ഇയും വരും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർ നമ്മൾ കാണിക്കണം, അതേപോലെ ഈ ഒരു മെമ്പറും കാണിക്കണം. സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലൈന് മാർക്ക് ചെയ്താൽ ആ ഒരു സപ്പോർട്ട് അവിടെ വരാറില്ല. ഇവിടെ പക്ഷേ ഒരു സപ്പോർട്ട് വരുന്ന ഒരു മെമ്പർ എക്സാക്ട്ലി ഉണ്ട്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു സാധാരണ ലൈന് വരക്കാറ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇവിടെ വരും. എന്താണോ നമ്മുടെ മെമ്പർ ഉള്ളത് ആ മെമ്പറും കൂടി നമ്മൾ ഇവിടെ കാണിക്കണം. കാരണം നമുക്ക് എല്ലാത്തിൻ്റെയും എല്ലാ മെമ്പേഴ്സിൻ്റെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, എല്ലാ മെമ്പേഴ്സിലും വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആണ് ആദ്യം എഴുതേണ്ടത്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് നമ്മൾ ആദ്യം ഈ ഒരു പോർഷനിലാണ് എഴുതുക. നമ്മളെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഒന്ന് നോക്കാം. MFAB -4.44, MFBA 8.89, MFBC -64, MFCB 64, MFCD -60. ബാക്കി എല്ലാ മെമ്പേഴ്സിലും ലോഡിംഗ് ഇല്ലാത്തത് കൊണ്ട് 0 ആയിരുന്നു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് വന്നത്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, കിട്ടിയിരിക്കുന്ന എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ഈ വാല്യൂസ് ഒക്കെ എന്താണ്, നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് വാല്യൂ ആണ്. ജോയിൻസ് എടുക്കുവാണെങ്കിൽ ജോയിൻസിൽ ഡബിൾ റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്. ഈ ഡബിൾ റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിൽ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിനെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് സെൻറ്ററിൽ എഴുതേണ്ടത്. അതായത് 8.89 + -64.
ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വാല്യൂ കിട്ടുക അത് ഇതിൻ്റെ ഉള്ളിൽ എഴുതുക. 64 പ്ലസ് മൈനസ് 60 ചെയ്താൽ എന്താണോ കിട്ടുക അത് ഇവിടെ എഴുതുക. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന് കിട്ടിയിരിക്കുന്ന ജോയിന്റിലെ വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഏറ്റവും സെൻറ്റർ പോർഷനിൽ എഴുതുക. അപ്പോൾ 8.89 മൈനസ് 64 ചെയ്താൽ മൈനസ് 55.11 ആണ് കിട്ടുക. അതിവിടെ എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പം ഒരു റൊട്ടേഷൻ ഫാക്ടേഴ്സിൻ്റെ ടേബിൾ ഉണ്ടാക്കിയിരുന്നല്ലോ, അതിൽ വാല്യൂസ് കിട്ടിയിട്ടില്ലേ, ആ വാല്യൂസ് ഈ ഒരു പോർഷനിൽ എഴുതി കൊടുക്കുക. BA മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ, BC മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ, BF മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ. മെമ്പേഴ്സ് കണക്ട് ചെയ്യുന്ന പോർഷനിലാണ് എഴുതി കൊടുക്കേണ്ടത്. സോ BA മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് 0.143, BFൻ്റെയും BAയുടെയും മൈനസ് 0.143, BCയുടെ മൈനസ് 0.214, CBയുടെ മൈനസ് 0.25, അതേപോലെ CEക്കും അതേ വാല്യൂ ആയിരിക്കും, CDക്ക് 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡ്സിലായിട്ട് എഴുതി കൊടുക്കുക. BA മെമ്പറിൻ്റെ ഇവിടെ, BC മെമ്പറിൻ്റെ ഈ ഒരു പോർഷനിൽ, BF മെമ്പറിൻ്റെ ഇവിടെ, ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അതേപോലെ ജോയിൻറ്റ് സിയിലും CB മെമ്പറിൻ്റെ ഇവിടെ, CD മെമ്പറിൻ്റെ ഇവിടെ, CE മെമ്പറിൻ്റെ ഇവിടെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ജോയിൻറ്റ് B ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ഫസ്റ്റ് മെമ്പറായ BA ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷന് ഡിനോട്ട് ചെയ്യുന്നത് M-AB എന്ന രീതിയിലായിരിക്കും. അതായത് M-AB എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ AB ആണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. അപ്പം ബേസിക്കലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഐട്രേഷൻസ് ആണ് ചെയ്തേക്കുന്നത്. ഈ 3 ഐട്രേഷൻസ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തേർഡ് ഐട്രേഷനിൽ സ്റ്റോപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഫസ്റ്റ് ഐട്രേഷൻ ഇതാണ്, സെക്കൻഡ് ഐട്രേഷൻ ഇതാണ്, തേർഡ് ഐട്രേഷൻ ഇതാണ്. ഫസ്റ്റ് ഐട്രേഷൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. M-BA എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റൊട്ടേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ summation of fixed end moments at joint B plus rotation contribution from far end. നമ്മുടെ BA മെമ്പർ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ബിയിൽ വരുന്ന ഒരു മെമ്പറാണ്. BA എന്ന് പറഞ്ഞാൽ B ജോയിൻറ്റിൽ വരുന്ന ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എന്താണോ അതിൻ്റെ സമേഷൻ ചെയ്ത് എന്താണോ കിട്ടുന്നത്, ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൻ്റെ ഏറ്റവും ഉള്ളിൽ കിട്ടിയ വാല്യൂ എന്താണോ അത് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം. അതായത് BA മെമ്പർ ആണെങ്കിൽ, BA മെമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിവിടെ എടുക്കുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ജോയിൻറ്റ്ലി ഏതൊക്കെ മെമ്പേഴ്സ് വരുന്നുണ്ട് ആ മെമ്പേഴ്സിൻ്റെ ഫാർ എൻഡ് എന്താണോ അതിൻ്റെയൊക്കെ സമേഷനാണ് വേണ്ടത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ സമേഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് എന്ന് എഴുതിയേക്കുന്നത്. അതായത് B ജോയിൻറ്റ് എടുക്കുവാണെങ്കിൽ BA മെമ്പർ ഉണ്ട്, BC മെമ്പർ ഉണ്ട്, BF മെമ്പർ ഉണ്ട് ഈ ഒരു കണ്ടീഷനിൽ. ഓക്കെ, അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, BA, BC, CF ഇങ്ങനെയുള്ള മെമ്പേഴ്സാണ് ഉള്ളത്. റൊട്ടേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ നമുക്കറിയാം, BAയുടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലൈഡ് ബൈ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ജോയിൻറ്റ് B എന്ന് പറഞ്ഞാൽ BA അതേപോലെ BCയിൽ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ എന്താണോ വാല്യൂ കിട്ടിയേക്കുന്നത് അതാണ് എടുക്കേണ്ടത്. ഇനി വേണ്ടത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ആണ്. ഇപ്പം ജോയിൻറ്റ് Bയിൽ വരുന്ന മെമ്പർ ഏതൊക്കെയാണ്? BA, പിന്നെ BC, പിന്നെ BF. ഓക്കെ, അപ്പം BA മെമ്പറിൻ്റെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? A ആണ്, അത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആണെങ്കിൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി BC മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം C കണ്ടിന്യൂസ് ആണ്, പക്ഷെ അവിടുത്തെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വാല്യൂ നമ്മൾ 0 ആണ് എടുക്കുക. ഇനി BF മെമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Fൻ്റെ വാല്യൂ എന്താ? ഇവിടെ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫാർ എൻഡിൻ്റെ വാല്യൂ 0 ആണ്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ 0 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. RF വാല്യൂ അല്ലെങ്കിൽ റൊട്ടേഷൻ ഫാക്ടർ വാല്യൂ ഫോർ BA മെമ്പർ മൈനസ് 0.143 ആണ്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് ജോയിൻറ്റ് B എന്ന് പറഞ്ഞാൽ ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ നോക്കി ഇവിടെ മൈനസ് 55.11 ആണ്, അത് എഴുതുക. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എല്ലാത്തിലും കിട്ടിയ വാല്യൂ 0 ആണ്. ഫസ്റ്റ് ഐട്രേഷൻ അൺനോൺ ആയിട്ടുള്ള വാല്യൂസും വരും. പിന്നെ ഫിക്സ്ഡ് ആണെങ്കിൽ 0 എടുക്കണം. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക, ഈ രണ്ട് വാല്യൂസും. ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0 തന്നെയാണ്. സോ മൈനസ് 55.11 മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് 0.143 ചെയ്താൽ 7.88 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ദിസ് ഇസ് ദ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ BA. ഇനി നമ്മൾ ചെയ്യേണ്ടത് BF മെമ്പറാണ്. BF മെമ്പർ നമ്മൾ ഏത് മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഇനി ഉള്ളിലെത്ത ഈ ഒരു വാല്യൂസ് മാറാൻ പോകുന്നില്ല. അതായത് മൈനസ് 55.11 പ്ലസ് 0 തന്നെയായിരിക്കും എല്ലാ മെമ്പേഴ്സിനും വരിക. റൊട്ടേഷൻ ഫാക്ടേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. BF മെമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് BAയും BFും സെയിം ആണ്. BC മാത്രമേ 0.214 ഉള്ളൂ. നമുക്കതൊന്ന് നോക്കാം.
ഓക്കെ, -0.143 തന്നെയാണ് ബി എഫിന്, ബി സിക്ക് 0.214 ആണ്. ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് വാല്യൂസിന് മാറ്റം വരില്ല. അതുകൊണ്ട് തന്നെ എന്താണോ ഇവിടെ ഉള്ളത് അത് തന്നെ കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കിട്ടിയ റൊട്ടേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ റൊട്ടേഷൻ ഫാക്ടർ ഇവിടെ സെയിം ആയതുകൊണ്ട് ഇവിടെ എന്താണോ കിട്ടിയ വാല്യൂ അത് തന്നെയാണ് ഇവിടെയും വരിക. രണ്ട് മെമ്പേഴ്സിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ബോത്ത് ദ മെമ്പേഴ്സ് വിൽ ബി സെയിം. 0.143 into 55.11. Negative positive ആവും. So you will be getting a value of 7.88. BC member rotation contribution, rotation factor 0.214 ആണ്. That should be multiplied by 55.11. Negative positive ആവും. You will be getting a value of 11.79. അപ്പോൾ ഇതാണ് നമ്മുടെ ജോയിൻറ്റ് ബിയിൽ വരുന്ന ഐട്രേഷൻ. ജോയിൻറ്റ് സിയിൽ അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, വരുന്ന എല്ലാ മെമ്പേഴ്സിനും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണോ നമ്മൾ ഇവിടെ ചെയ്തത്, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് ജോയിന്റ് ബി, അതേപോലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്, അതേ ഇക്വേഷനാണ് ഇവിടെയും വരിക. അതായത് എല്ലാ മെമ്പേഴ്സിലും നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ സമേഷൻ ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് ജോയിന്റ് സി പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്, അതിൻ്റെ സമേഷനും കൂടി രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് റൊട്ടേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ജോയിന്റ് സിയിൽ വരുന്ന മെമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു, M-CB, M-CE. ഒരു മെമ്പർ കൂടി വരുമല്ലോ, ഏത് മെമ്പർ ആയിരുന്നു, M-CD ആണ്. M-CD എന്ന് പറഞ്ഞ പക്ഷെ നമ്മൾ അവിടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇത് കാന്റിലിവർ പോർഷനാണ്, ഇങ്ങോട്ടേക്കിന് സപ്പോർട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിഫ്നെസ് 0 ആണല്ലോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും. ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ജോയിന്റ് സി ആണ് എടുക്കേണ്ടത്. ജോയിന്റ് സി എന്ന് പറയുമ്പോൾ ഏതാ വരിക, ഇതാണ് ജോയിന്റ് സി. നമ്മുടെ സമേഷൻ ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഫോർ ജോയിന്റ് ബി സി എന്ന് പറഞ്ഞ ഏതാ വരിക, ഇവിടെ വരുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് റെക്ടാങ്കുലർ ബോക്സിൽ എഴുതിയില്ലേ, ആ വാല്യൂ ആണ് എടുക്കേണ്ടത്. നോക്കി ഇവിടെ 64 - 60 ചെയ്തപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 4 എന്ന വാല്യൂ ആണ് കിട്ടിയത്. അപ്പം സമേഷൻ ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ജോയിന്റ് സി എന്ന് പറയുമ്പോൾ ഈ 4 വാല്യൂ ആണ് എടുക്കേണ്ടത്. പിന്നെ എന്താ വേണ്ടത്, ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്താണോ അതിൻ്റെ സമേഷൻ കൂടി വേണം. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നമുക്ക് വേണം. അപ്പം നമുക്ക് ആദ്യം ജോയിന്റ് നോക്കാം. സി ആണ് ജോയിന്റ് സി. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ CB, CD, CE ഇത്രയും മെമ്പേഴ്സാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0 ആണ്, ഓവർ ഹാങ്ങിങ് പോർഷനാണ്, സ്റ്റിഫ്നെസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം മെമ്പേഴ്സ് വരിക CB അതേപോലെ CE ആണ്. CB മെമ്പർ എന്ന് പറഞ്ഞാൽ B ആയിരിക്കും ഫാർ എൻഡ്, പിന്നെ CE മെമ്പറിൽ E ആയിരിക്കും ഫാർ എൻഡ്. ഓക്കെ, അപ്പം നമുക്കിനി ബിയിൽ എന്താണോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഉള്ളത് അതാണ് എഴുതേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ 7.88, 7.88, 11.79 ഇങ്ങനെ 3 വാല്യൂസ് നമ്മൾ ഇവിടെ കറസ്പോണ്ടിംഗ്ലി എഴുതിയത്. അതായത് BA മെമ്പറിൽ കിട്ടിയ വാല്യൂ 7.88 ആയിരുന്നല്ലോ, അത് ഡയറക്റ്റ്ലി ഇവിടെ എഴുതി. BF മെമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. BC മെമ്പറാണ് നമ്മൾ ഇവിടെ എഴുതിയത്. നമുക്ക് ഈ 3 വാല്യൂസും ഫസ്റ്റ് ഐട്രേഷനിൽ കിട്ടി, അതിന് ശേഷമാണ് നമ്മൾ ജോയിന്റ് സിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 3 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് -3.95 വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ജോയിന്റ് സി എടുത്തിട്ട് ജോയിന്റ് സിയിൽ ഈ 2 വാല്യൂസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താണോ ആ ഒരു വാല്യൂ നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ജോയിന്റ് സിയിലുള്ള സമേഷനാണ്. ഇനി നമുക്ക് വേണ്ടത് ഫാർ എൻഡ് കോൺട്രിബ്യൂഷനിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ സി എടുക്കുവാണെങ്കിൽ CB മെമ്പർ വരുമല്ലോ. CB മെമ്പർ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണ്, ഇതാണ് വാല്യൂ വരിക. CB എന്ന് പറയുമ്പം ഫാർ എൻഡ് ആയ ബിയിൽ എന്താണോ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 11.79 ആണ്. അപ്പം നമ്മൾ ഈ ഒരു വാല്യൂ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് CE വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. CE വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ഫിക്സ്ഡ് ആണല്ലോ, ഈ ഫിക്സ്ഡ് ആണെങ്കിൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അവിടെ വാല്യൂ വരുമോ, ഫിക്സ്ഡ് ആണെങ്കിൽ അവിടെ റൊട്ടേഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഇവിടെ നോക്കിയേ, റൊട്ടേഷൻ ഫാക്ടറായ CB മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ -0.25 എഴുതി. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് ജോയിന്റ് സി എന്ന് പറഞ്ഞാൽ ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ എഴുതിയ 4. പിന്നെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ഞാൻ പറഞ്ഞു CB, CE മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. CB മെമ്പർ എന്ന് പറയുമ്പം B ആണ് ഫാർ എൻഡ്. B ഫാർ എൻഡിൽ കണ്ടുപിടിച്ചിരിക്കുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ ഫസ്റ്റ് ഐട്രേഷൻ 11.79 ആണ്, അതിവിടെ എഴുതുക. പിന്നെ വരുന്ന മെമ്പർ ഏതായിരുന്നു, CE മെമ്പറാണ്. CE ഫിക്സ്ഡ് അല്ലേ, അപ്പോൾ ഈ ഫിക്സ്ഡ് ആയതുകൊണ്ട് ആ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും വരിക. 4 + 11.79 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ -0.25, ദാറ്റ് വാല്യൂ വിൽ ബി -3.95. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം,
സിഇ മെമ്പർ, ഇതാണ് നമ്മുടെ സിഇ മെമ്പർ, അത് ഇവിടെ എഴുതുക. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ CB അതേപോലെ CE സെയിം ആണ്. അതുകൊണ്ട് റൊട്ടേഷൻ ഫാക്ടർ ആണ് ഇത് രണ്ടും. ഇപ്പോൾ റൊട്ടേഷൻ ഫാക്ടർ കൊണ്ടല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ റൊട്ടേഷൻ ഫാക്ടർ രണ്ടിലും സെയിം ആണെങ്കിൽ സെയിം വാല്യൂ അല്ലേ വരിക. അതുകൊണ്ട് ഈ വാല്യൂ -3.95 ആയിരിക്കും. അതായത് നമ്മുടെ ഫസ്റ്റ് ഐട്രേഷൻ കംപ്ലീറ്റ് ആയി. ഈ പറയുന്ന ഐട്രേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എപ്പോഴാണോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഐട്രേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആവുന്നത് അതുവരെയാണ് ഐട്രേറ്റീവ് പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇനി നോക്കേണ്ടത് ഐട്രേഷൻ 2 ആണ്. ഐട്രേഷൻ 2 എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച പോലെ M-BA, M-BF, M-BC കണ്ടുപിടിക്കണം. പിന്നെ ജോയിന്റ് C കൺസിഡർ ചെയ്യുമ്പോൾ M-CB, M-CE ഇത്രയും വാല്യൂസ് ആണ് വരിക. ഇനിയിപ്പോൾ വ്യത്യാസം എന്താ വരുന്നുണ്ടാവുക? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആകെ വരുന്ന വാല്യൂ, അതായത് ഐട്രേഷൻ ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫാർ ആൻഡ് കോൺട്രിബ്യൂഷന്റെ വാല്യൂസിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. റൊട്ടേഷൻ ഫാക്ടേഴ്സിന് വ്യത്യാസം വരില്ല. അതേപോലെ തന്നെ നമ്മുടെ ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ വരുന്ന വാല്യൂയിലും വ്യത്യാസം വരുന്നില്ല. അപ്പം M-BA എന്ന് പറഞ്ഞ റൊട്ടേഷൻ ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ M at joint B പ്ലസ് ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ ഫോർ ദ ജോയിന്റ് B ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ്റെ ജോയിന്റ് B ഏതൊക്കെ വരും? BA മെമ്പർ വരും. നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ജോയിന്റ് ബിയിൽ BA മെമ്പർ വരും, BC അതേപോലെ BF ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഐട്രേഷൻ ആണ്. BA മെമ്പർ എന്ന് പറയുമ്പോൾ A ആണ് ഫാർ എൻഡ്, അവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. ഇനി BC മെമ്പർ എന്ന് പറയുമ്പോൾ C ആണ് നമ്മുടെ ഫാർ എൻഡ്, C എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, -3.95 എന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ BC എന്ന മെമ്പർ, സിക്ക് നേരെ താഴെ BC മെമ്പർ കണക്ട് ചെയ്യുന്ന വാല്യൂ എന്താ? CB ആയിരിക്കും. അപ്പം C ഫാർ എൻഡിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് BF മെമ്പർ ആണ്. BF മെമ്പർ എന്ന് പറഞ്ഞാൽ F എന്താണ്? ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് ആ വാല്യൂ 0 ആയിരിക്കും വരിക. അപ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് BAയിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ, BCയിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ, BFയിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. ഫാർ എൻഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ A സപ്പോർട്ട് ഫിക്സ്ഡ് 0, F സപ്പോർട്ട് ഫിക്സ്ഡ് 0, പിന്നെ C ആണ് കൺസിഡർ ചെയ്യേണ്ടത്. CBന് എന്താണോ എഴുതിയേക്കുന്നത് -3.95, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്യണം. ഓക്കെ, നോക്കി ഇവിടെ -3.95 ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ -55.11 -3.95 ആഡ് ചെയ്തിട്ട് റൊട്ടേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8.45 ആണ് കിട്ടുക. ഇനി M-BFും M-BAയുടെ വാല്യൂം സെയിം ആയിരിക്കും, കാരണം റൊട്ടേഷൻ ഫാക്ടേഴ്സിൽ വ്യത്യാസം വരുന്നില്ല. BAയുടെ റൊട്ടേഷൻ ഫാക്ടർ 0.143 ആണ്, BFിൻ്റെ റൊട്ടേഷൻ ഫാക്ടറും 143 ആണ്. നെഗറ്റീവ് വാല്യൂ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ കിട്ടിയിരിക്കുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അത് തന്നെ ഇവിടെയും എഴുതുക. ഇനി M-BC എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻ ഫാക്ടർ കൊണ്ട് ഈ തന്നിരിക്കുന്ന വാല്യൂന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ വാല്യൂസ്, അതായത് നമ്മൾ ഈ ബോക്സിൽ എഴുതിയേക്കുന്ന, നമ്മൾ ബ്രേസസിൽ എഴുതിയേക്കുന്ന വാല്യൂസിൽ വ്യത്യാസമില്ല, ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന. അപ്പോൾ -55.11 പ്ലസ് -3.95 തന്നെയായിരിക്കും BC മെമ്പറിനും വരിക. റൊട്ടേഷൻ ഫാക്ടർ 0.214 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക 12.64. അപ്പോൾ ഐട്രേഷൻ 2ൽ നമുക്ക് M-BAയുടെ വാല്യൂ 8.45 കിട്ടി, BFിൻ്റെ വാല്യൂ 8.45 കിട്ടി, പിന്നെ BCയുടെ വാല്യൂ 12.64 കിട്ടി. നമ്മൾ അതെന്ത് ചെയ്യണം? നമ്മുടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കി, 8.45, 8.45, 12.64. BFിൻ്റെ മെമ്പർ നമ്മൾ ഇവിടെ എഴുതുന്ന, BCയുടെ മെമ്പർ ഇവിടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? ഈ ഒരു വാല്യൂ വരെ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ജോയിന്റ് C ആണല്ലോ കൺസിഡർ ചെയ്യേണ്ടത്. ജോയിന്റ് C കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ മെമ്പേഴ്സായ CB അതേപോലെ CE കൺസിഡർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് വാല്യൂ എടുക്കണം. ആ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിന് സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും, ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ വരുന്നത്. പിന്നെ കോൺട്രിബ്യൂഷൻ, ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ എടുക്കണമല്ലോ. അപ്പോൾ C എന്ന് പറയുമ്പം CB മെമ്പർ ആണല്ലോ കൺസിഡർ ചെയ്യുക. CB മെമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് നമ്മുടെ CB മെമ്പർ. ഓക്കെ, അതിൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത്? ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ CB മെമ്പറിന് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് എടുക്കേണ്ട വാല്യൂ 12.64 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ള CE മെമ്പറാണ്. ഈ എന്ന് ഫാർ എൻഡ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് 0. അപ്പോൾ എന്ത് ചെയ്യണം? ജോയിന്റ് C എടുക്കുമ്പോൾ നമ്മുടെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് വരുന്ന വാല്യൂ 12.64 മാത്രമായിരിക്കും. നല്ല സമയം എടുത്തിട്ട് ഓരോ വാല്യൂസും ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ജോയിന്റ് C എടുക്കുക. ജോയിന്റ് സിയിൽ -0.25 എന്ന് പറയുന്ന ഈ മെമ്പറിൻ്റെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്.
ഈ 4 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻ മൊമെന്റ്സ് ഫോർ ദ ജോയിന്റ് സി ആണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് 12.64 എന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് വരിക. കാരണം ഈ ഒരു ഐട്രേഷൻ വരെയാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ സി ബി മെമ്പർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സി ജോയിന്റ് എന്ന് പറയുമ്പോൾ സി ബി മെമ്പർ ആയിരിക്കും വരിക. ബി ആണ് ഫാർ എൻഡ്. അപ്പം ഇതാണ് ഫാർ എൻഡ് ബിയിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. ഇത് ആഡ് ചെയ്യുക. 4 പ്ലസ് 12.64 ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ -0.25 ചെയ്താൽ -4.16 ആയിരിക്കും കിട്ടുക. അതാണ് M'(CB)യുടെ വാല്യൂ. ഇനി സി ബിയും അതേപോലെ സിഇയും എന്താണ്? രണ്ടിനും റൊട്ടേഷൻ ഫാക്ടേഴ്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ വാല്യൂ കിട്ടുക അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. ഓക്കെ, -4.16 തന്നെയായിരിക്കും ജോയിന്റ് സിയിൽ വരുന്ന സി ബി മെമ്പറിലും സിഇ മെമ്പറിലും വരിക. അപ്പോൾ ഇത്രയും കിട്ടിയിരിക്കുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഐട്രേഷനും കിട്ടി. ഇനി ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ തേർഡ് ഐട്രേഷനും കൂടി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. തേർഡ് ഐട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമാറ്റിലായിരിക്കും വാല്യൂസ് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 4.16 പിന്നെ 4.17 4.16 4.17 ഇങ്ങനെയാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഐട്രേറ്റ് ചെയ്താൽ പിന്നെയും എന്താണ് ഈ രീതി തന്നെയായിരിക്കും ആൻസർ വരിക. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാം. തേർഡ് ഐട്രേഷനിലാണ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെയും റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. Complete iteration 3. Since the rotation contribution values for second iteration and third iteration is nearly equal, stop the iteration. ഇനി ഫൈനൽ മൊമെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഇൻ മൊമെന്റ്സ് പ്ലസ് 2 ടൈംസ് നിയർ ഇൻ കോൺട്രിബ്യൂഷൻ പ്ലസ് ഫാർ ഇൻ കോൺട്രിബ്യൂഷൻ ആണ്. ഇത് ഓരോ മെമ്പേഴ്സിനും നമ്മൾ ഫോളോ ചെയ്യണം. എ ബി, ബി എ, ബി എഫ്, ബി സി, സി ബി, അതേപോലെ സിഇ, അങ്ങനെ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ വാല്യൂസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സാധാരണ ടേബിൾ ആണ് ഫോം ചെയ്യാറ്. ടേബിൾ ഫോം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. അപ്പം എ ബിയുടെ ഫിക്സ്ഡ് ഇൻ മൊമെന്റിന്റെ വാല്യൂ 4.44 ആണ്. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. പ്ലസ് 2 ടൈംസ് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി മെമ്പർ ആണെങ്കിൽ എയിൽ വരുന്ന വാല്യൂ ആണ് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ. ബിയിൽ വരുന്ന വാല്യൂ ആയിരിക്കും ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആ വാല്യൂസ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ എ ബി മെമ്പർ. ഓക്കെ, എ ബി മെമ്പറിൽ ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ ആണല്ലോ വേണ്ടത്. എ ബി മെമ്പറിൽ നിയർ ആൻഡ് എന്ന് പറയുമ്പോൾ എ ആണ്. ഫിക്സ്ഡ് സപ്പോർട്ട് ആയാൽ അവിടെ 0 കോൺട്രിബ്യൂഷൻ മാത്രമേ വരുള്ളൂ. അപ്പം നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ 0. ഇനി ഫാർ ആൻഡ് ആയ ബിയുടെ നേരെ താഴെ നോക്കിയേ 8.48 ആണ് ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ 0, ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ 8.48. ഇനി നമ്മൾ ബി എ മെമ്പറെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫിക്സ്ഡ് ഇൻ മൊമെന്റ്സ് 8.89 ആയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? നിയർ ആൻഡ് കോൺട്രിബ്യൂഷനും ഫാർ ആൻഡ് കോൺട്രിബ്യൂഷനും എഴുതണം. ഇപ്പം നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ബിയിൽ വരുന്നതാണ് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ. ബി മെമ്പർ ആകുമ്പം ഇതാണ് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ. ഇവിടെ വരുന്ന വാല്യൂ 0 ആണ്. ഇതാണ് ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ. അപ്പം ബി എ മെമ്പറിൽ 8.48 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 2 ടൈംസ് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ ജസ്റ്റ് 1 ടൈം ആഡ് ചെയ്താൽ മതി. അപ്പം നോക്കിയേ 2 ടൈംസ് 8.48 പ്ലസ് 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 25.85 ആണ് കിട്ടുക. അതേ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബി എഫ് മെമ്പറാണ്. ബി എഫ് മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിക്സ്ഡ് മൊമെന്റ്സിൻ്റെ വാല്യൂ 0 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ കിട്ടുന്ന വാല്യൂ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണ് നിയർ ആൻഡും ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ഇവിടെ നോക്കിയേ ബി എഫ് ആണ് മെമ്പർ. അതായത് ജോയിന്റ് ബി എടുക്കുന്നു, ബി എഫ് മെമ്പർ എടുക്കുന്നു. ബി എഫ് മെമ്പർ ആയാൽ ബി എഫിൽ വരുന്നതാണ് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ. അതായത് 8.48 ആണ് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ വരിക. എഫ് എന്ന് പറഞ്ഞ വാല്യൂ എന്താ? ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ആവുന്ന സമയത്ത് അവിടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമോ? അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആണ് എടുക്കേണ്ടത്. സോ നമ്മളത് നിയർ ആൻഡ് കോൺട്രിബ്യൂഷൻ 8.48 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. മറ്റേത് 0 കൊണ്ട് ആഡ് ചെയ്യുക. സോൾവ് ചെയ്താൽ 16.96 ആയിരിക്കും കിട്ടുക. അതേപോലെ ബി സി മെമ്പർ കാണുക. അതേപോലെ സി ബി മെമ്പർ കാണുക. അതേപോലെ എന്ത് ചെയ്യണം? സി ഡി, സിഇ, ഇ സി, എഫ് ബി മെമ്പർ കാണുക. ഈ കാണുന്നതൊക്കെ എങ്ങനെയാണ്? സി ഡി മെമ്പറിൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ഫ്രം ദ ബിഗിനിങ് കിട്ടിയേക്കുന്നത്. അവിടെ ഫിക്സ്ഡ് മൊമെന്റ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ
ആക്ച്വൽ മൊമെന്റ്, അതായത് റെസിസ്റ്റിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് -60 ആണ്. ആ വാല്യൂ തന്നെയാണ് ഫൈനൽ മൊമെന്റും വരിക, -60. സിഇ മെമ്പറിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം സിഇ, ഇസി, എഫ് ബിയിലൊക്കെ ഫിക്സ്ഡ് മൊമെന്റ്സിന് വാല്യൂ ഇല്ല. അപ്പോൾ ആ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ സിഇ മെമ്പറാണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സിഇ മെമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സിഇ മെമ്പർ എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം? സിഇ മെമ്പറിലെ ഫാർ എൻഡും നിയർ എൻഡും എടുക്കണം. ഏതാണ് സിഇ മെമ്പർ? ഇതാണ് സിഇ മെമ്പർ. സിഇ മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നിയർ എൻഡിലെ കോൺട്രിബ്യൂഷൻ -4.17 ആണ്. പിന്നെ ഇ എന്ന് പറയുന്ന വാല്യൂ ഇവിടെയാണ് വരിക. ഫിക്സ്ഡ് ആൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ, ആ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ -4.17ഉം ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനിയിപ്പോൾ ഇവിടെ എന്താണോ എഴുതാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ ഇസിയിൽ വരിക. ഇവിടെ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ 4.17ഉം ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ 0 ആണെങ്കിൽ ഇസി മെമ്പർ വരുമ്പം 0 ആയിരിക്കും നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ, ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്താവും? -4.17 വരും. അപ്പം സോൾവ് ചെയ്താൽ -4.17 ആയിരിക്കും വരിക. സിഇ മെമ്പറിന്റെ ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ -8.34 ആയിരിക്കും വരിക. ഇനിയിപ്പം എം എഫ് ബി വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളൂ. എം എഫ് ബി ഇസ് ഈക്വൽ ടു 0 + 2 × 0 + 8.48 ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അറിയേണ്ടത് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്താണെന്നും ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. ഇത് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ്, ഇത് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പം നമുക്ക് നമ്മുടെ എഫ് ബി മെമ്പർ ഒന്ന് നോക്കാം. എഫ് ബി മെമ്പർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇതാണ് എഫ്, ഇതാണ് ബി. എഫ് ബി മെമ്പർ ഇതാണ്. അപ്പോൾ എഫ് ബി മെമ്പറിലെ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എൻഡ് എഫ് ആണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബി ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8.48 ആണ് എടുക്കേണ്ടത്. നോക്കിയേ, നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ 0, ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ 8.48. എല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.48 ആയിരിക്കും കിട്ടുക. ഇതാണ് നമ്മുടെ ഫൈനൽ മൊമെന്റ്സ് ഫോർ ഓൾ ദ മെമ്പേഴ്സ്. ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും, ഫ്രെയിമിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫൈനൽ മൊമെന്റ്സ് കിട്ടി. ഇപ്പം നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ആയി.